ഹായ്, നമ്മുടെ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂവേഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ, സെക്കൻഡ് ചാപ്റ്ററിൻ്റെ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ തേർഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. അതിൽ റോമൻ എംപയറിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നായിരുന്നു. ഇനി വരുന്നതെന്ന് പറയുന്നത് റോമൻ എംപയറിൻ്റെ അഡ്മിനിസ്ട്രേഷനും കാര്യങ്ങളും അതുപോലെ അവരുടെ സൊസൈറ്റിയിലോട്ടൊക്കെ നമ്മൾ കടക്കുകയാണ്. അപ്പോൾ എനിക്കൊന്ന് നമ്മൾ അതിൻ്റെ ഒരു സ്ട്രക്ചറൊക്കെ പറഞ്ഞിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ഇനിയാണ് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ് നമ്മുടെ മെയിൻ അവിടുത്തെ പൊളിറ്റിക്കൽ ഫീൽഡിലോട്ടൊക്കെ കടക്കുന്ന ഇനിയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ശരി, ഇന്നിപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന അവിടുത്തെ സക്സഷൻ എന്ന് പറയും. സക്സഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു രാജാവ് കഴിഞ്ഞാൽ അടുത്ത രാജാവ് വരുന്നത് അല്ലേ. അപ്പോൾ അതിനാണ് നമ്മൾ സക്സഷൻ എന്ന് പറയുന്നത്. ആ ഓരോ തലമുറ കഴിഞ്ഞ് രാജപദവി എങ്ങനെയാണ് കൈമാറി പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു രാജാവിൻ്റെ മകൻ തന്നെ ആയിരിക്കും അടുത്ത രാജാവ് അല്ലേ. മൊണാർക്കി എന്ന് പറയുന്ന സിസ്റ്റം അതാണ് അല്ലേ. രാജാവിനെ ആരും തിരഞ്ഞെടുക്കുന്നതല്ല, പകരം രാജാവിൻ്റെ മകൻ വീണ്ടും രാജാവ്, അടുത്ത അയാളുടെ മകൻ വീണ്ടും രാജാവ് അല്ലേ. പക്ഷേ ഇവിടെ ഉണ്ടായിരുന്നൊരു വ്യത്യാസം എന്ന് പറയുന്നത് രാജാവിൻ്റെ സ്വന്തം മകൻ തന്നെ ആവണമെന്നില്ല. അഡോപ്റ്റഡ് സൺ, അതായത് ദത്തുപുത്രനെ വേണമെങ്കിലും എന്ത് ചെയ്യാം, രാജാവായിട്ട് നിയമിക്കാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ രാജാവിന് സ്വന്തമായ ഒരു മകൻ ഇല്ല എങ്കിൽ എന്ത് ചെയ്യാം, ദത്തുപുത്രനെ എടുത്ത് അടുത്ത രാജാവായിട്ട് വാഴിക്കുന്നതും അവിടെ പതിവായിരുന്നു. ഓക്കെ, അപ്പം എയ്തർ ദ നാച്ചുറൽ സൺ ഓർ ദ അഡോപ്റ്റഡ് സൺ ക്യാൻ ബി ദ നെക്സ്റ്റ് കിങ്. ഓക്കെ, അപ്പോൾ അടുത്ത രാജാവായിട്ട് ഒന്നുകിൽ നാച്ചുറൽ സൺ അല്ലെ, സ്വന്തമായിട്ട് മകനുണ്ടെങ്കിൽ അങ്ങനെ, അതില്ല എങ്കിൽ എങ്ങനെയാണ് ദത്തെടുക്കുന്ന കുട്ടി എന്ത് ചെയ്യാം, അടുത്ത രാജാവിൻ്റെ പദവിയിലേക്ക് എത്തിക്കാം. അപ്പം ഇതാണ് സക്സഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ കൂടി നമുക്ക് പറഞ്ഞു പോകണം. കാരണം അങ്ങനെ നമ്മളൊരു കൺക്ലൂഷനിലോട്ട് എന്തുകൊണ്ട് എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ രാജാവ് നമ്മൾ എടുത്തു പഠിക്കുന്ന ഒരു രാജാവാണ് അഗസ്റ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, അഗസ്റ്റസിൻ്റെ മകൻ അടുത്ത രാജാവായപ്പോൾ ആക്ച്വലി അത് അഗസ്റ്റസിൻ്റെ സ്വന്തം മകനായിരുന്നില്ല. അഗസ്റ്റസ് ദത്ത് എടുത്ത് വളർത്തിയ പുത്രനായിരുന്നു അടുത്ത രാജാവ് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ടൈബേരിയസ് എന്ന് പറയുന്ന ഒരു രാജാവുണ്ട്. ഓക്കെ, അഗസ്റ്റസിന് ശേഷം വന്നത് ടൈബേരിയസ് ആണ്. പക്ഷേ ടൈബേരിയസ് എന്ന് പറയുന്നത് അഗസ്റ്റസിൻ്റെ സ്വന്തം മകൻ ആയിരുന്നില്ല, പകരം അഡോപ്റ്റഡ് സൺ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പല പല ഇൻസിഡൻസും ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലേ, രാജാവിൻ്റെ പദവി എന്ന് പറയുന്നത് ഒന്നുകിൽ നാച്ചുറൽ സൺ അല്ലെങ്കിൽ അഡോപ്റ്റഡ് സണ്ണും കൊടുക്കാം എന്നുള്ളത്. ഓക്കെ, ഇനിയുള്ളത് ഈ പറഞ്ഞതുപോലെ അവിടുത്തെ അഡ്മിനിസ്ട്രേഷനാണ്. നമുക്കറിയാം റോമൻ എംപയർ എന്ന് പറയുമ്പോൾ തന്നെ അത്രയും വലിയൊരു വാസ്റ്റ് ആയിട്ടുള്ള എംപയർ ആണ് അല്ലേ. ഒരുപാട് ടെറിട്ടറീസ് കവർ ചെയ്ത് കിടക്കുന്ന ഒരു വലിയ എംപയറാണ്. അപ്പോൾ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ നോക്കി നടത്തുക എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിൾ അല്ല അല്ലേ. ഒരു സെൻട്രൽ ഫിഗറായിട്ട് രാജാവ് തന്നെ ഇരുന്ന് മൊത്തത്തിൽ ഭരിക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് അറിയാവുന്നതാണ് അവിടുത്തെ 3 പൊളിറ്റിക്കൽ പ്ലെയേഴ്സ് എന്ന് പറയുന്നത് അല്ലേ, രാജാവും സെനറ്റും ആർമിയാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, ഇനി അതിൻ്റെ ഒരു ഡെപ്തിലോട്ട് പോവുകയാണ്. അഡ്മിനിസ്ട്രേഷനിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റുന്നത് ഒന്ന്, ഇത്രയും വലിയൊരു എംപയർ ആയതുകൊണ്ട് തന്നെ അതിനെ പ്രോവിൻസുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രോവിൻസ് പറഞ്ഞാൽ പ്രവിശ്യകൾ. ഓക്കെ, അപ്പം പല പല പ്രവിശ്യകളായിട്ട് എന്ത് ചെയ്തു, എംപയറിനെ ഡിവൈഡ് ചെയ്തു. അഡ്മിനിസ്ട്രേഷൻ കൺവീനിയൻ്റ് ആക്കാൻ വേണ്ടി ചെയ്ത ആദ്യ കാര്യമാണിത്. ഓക്കെ, ഡിവിഷൻ ഇൻ ടു പ്രോവിൻസസ് ഒന്ന്. ഓക്കെ, ആൻഡ് ഫ്രം ദീസ് പ്രോവിൻസസ് ടാക്സസ് വെയർ കളക്റ്റഡ്. അപ്പം ഈ ഓരോ പ്രോവിൻസുകളിൽ നിന്നും എന്ത് ചെയ്യും, ടാക്സ് കളക്ട് ചെയ്യും. ടാക്സ് എന്ന് പറയുന്നതാണ് രാജാവിൻ്റെ അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ റവന്യൂ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഓരോ പ്രോവിൻസിൽ നിന്നും എന്ത് ചെയ്തു, പ്രോവിൻസായിട്ട് ഡിവൈഡ് ചെയ്യുക മാത്രമല്ല ഓരോ പ്രോവിൻസിൽ നിന്നും ടാക്സ് കളക്ഷനും പോസിബിൾ ആക്കി. ഒന്നാമത്തെ കാര്യം. ഓക്കെ, രണ്ടെന്ന് പറയുന്നത് മെയിനായിട്ട് അഡ്മിനിസ്ട്രേഷൻ, അതായത് ഭരണം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന 3 സ്ഥലങ്ങളാണുള്ളത്. ഓക്കെ, ആൻറ്റിയോക്ക്, അലക്സാൻഡ്രിയ, കാർത്തേജ്, 3 പ്ലേസസ്. ഓക്കെ, 3 എണ്ണവും നമ്മൾ വിളിക്കുന്ന ഇമ്പീരിയൽ സിറ്റി എന്നാണ്. ഇമ്പീരിയൽ സിറ്റി എന്ന് പറഞ്ഞാൽ സംതിങ് റിലേറ്റഡ് ടു അഡ്മിനിസ്ട്രേഷൻ അല്ലേ. ഈ പറഞ്ഞതുപോലെ പവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന, അതായത് റോമൻ എംപയറിൽ തന്നെ പവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കുറച്ച് സ്ഥലങ്ങളാണ് ഈ പറഞ്ഞത്. ഏതൊക്കെയാണ്, കാർത്തേജ് ഉണ്ട് അല്ലേ, അതുപോലെ തന്നെ അലക്സാൻഡ്രിയ, ആൻറ്റിയോക്ക്, അങ്ങനെ 3 സ്ഥലങ്ങൾ. ഓക്കെ, ഈ 3 സ്ഥലങ്ങളും മെഡിറ്ററേനിയൻ സീയുടെ സീഷോറിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, മെഡിറ്ററേനിയൻ സീയുടെ തീരങ്ങളിലായിട്ട് കാണപ്പെടുന്ന സിറ്റീസാണ്. അപ്പം ഇവിടെയാണ് ഭരണം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ അകത്തിരിക്കുന്നത് ആരാണ് അല്ലെ. ഈ പറയുന്ന നമ്മൾ പറഞ്ഞു പ്രോവിൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ അവിടുത്തെ ആ ഭരണം ഇനി ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അല്ലെ. അത്
സൊസൈറ്റിയിൽ തന്നെ ഉണ്ടായിരുന്ന ഹയർ ക്ലാസ് ആയിരുന്നു അത് ഏറ്റെടുത്ത് നടത്തിയിരുന്നത്. ഓക്കെ, സൊസൈറ്റിയിലുള്ള തന്നെ ഹൈ ക്ലാസ് പീപ്പിളാണ് ഈ പറയുന്ന പ്രോവിൻസിലുള്ള അഡ്മിനിസ്ട്രേഷൻ നോക്കി നടത്തിയിരുന്നത്. അവിടുത്തെ ഭരണകർത്താക്കൾ എന്ന് പറയുന്ന അവരായിരുന്നു. ഓക്കെ, അപ്പോൾ അവരുടെ ഡ്യൂട്ടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് അഡ്മിനിസ്ട്രേഷൻ, രണ്ട് കമാൻഡിങ് ദ ആർമി. ഓക്കെ, അതായത് ഓരോ പ്രോവിൻസിനും അതിൻ്റെതായ ഒരു ആർമി കൂടി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ആർമിയെ കമാൻഡ് ചെയ്യാനും അതുപോലെ അവിടുത്തെ ഭരണം നോക്കി നടത്താനും ഒക്കെ കഴിവുണ്ടായിരുന്നു എന്ന് പറയുന്ന അവിടുത്തെ ഹൈ ക്ലാസ് പീപ്പിളാണ്. അപ്പോൾ അവരായിരുന്നു ഈ പറയുന്ന അത്യാവശ്യം കഴിവുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ എല്ലാം എന്ത് ചെയ്തിരുന്നത്, പ്രൊവൈഡ് ചെയ്തിരുന്ന ആ ഒരു ഗ്രൂപ്പായിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ പതുക്കെ പതുക്കെ എന്തെന്ന് പറ്റിയാൽ ഈ പറഞ്ഞ പ്രോവിൻസിലുണ്ടായിരുന്ന ഹൈ ക്ലാസ് അല്ലെങ്കിൽ അപ്പർ ക്ലാസ് പീപ്പിൾ എന്ത് ചെയ്തു, പതുക്കെ പതുക്കെ പവർഫുൾ ആയി. കാരണം അവർക്കാണ് ഒരു പ്രോവിൻസിൻ്റെ അധികാരം, അവരുടെ കയ്യിൽ ആർമിയും ഉണ്ട് അല്ലേ. അപ്പോൾ പതിയെ പതിയെ എന്ത് ചെയ്തു, ഈ ഒരു ഗ്രൂപ്പ്, ഓക്കെ, ഈ പറഞ്ഞ ഒരു അപ്പർ ക്ലാസ് ഗ്രൂപ്പ് പതുക്കെ പതുക്കെ പവർഫുൾ ആയിട്ട് മാറി. ഓക്കെ, ഇനി ഇവരുടെ പവർ വർദ്ധിക്കാൻ ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എംപററിൻ്റെ സപ്പോർട്ട് കൂടി അവർക്കുണ്ടായിരുന്നു. രാജാവിൻ്റെ സപ്പോർട്ട് കൂടി ഉണ്ടായിരുന്ന ഗ്രൂപ്പാണ് ആര്, നമ്മൾ ഈ പറഞ്ഞ അപ്പർ ക്ലാസ്, പ്രോവിൻസിൽ ഭരിച്ചുകൊണ്ടിരുന്ന അപ്പർ ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവർ പതുക്കെ പതുക്കെ ഈവൻ സെനറ്റിനേക്കാൾ ഒരു പടി മുന്നിലേക്ക് എത്തി. നമ്മൾ പറഞ്ഞാണ് അല്ലേ, സെനറ്റ്, എംപറർ, സെനറ്റ്, ആർമി എന്നായിരുന്നു അവിടുത്തെ ഡിവിഷൻ. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി, ഇവരുടെ പവർ കുറെ കൂടെ എക്സ്പാൻഡ് ചെയ്തു. ഇവർക്ക് എംപറർ സപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. എന്നാൽ സെനറ്റുമായിട്ട് രാജാവ് അത്ര നല്ല ടേംസിലല്ല താനും അല്ലെ. അപ്പോൾ സെനറ്റിന് എംപററിന്റെ സപ്പോർട്ടില്ല, എന്നാൽ അപ്പർ ക്ലാസ് പീപ്പിളിന് എന്തുണ്ട്, ഈ പറഞ്ഞ സപ്പോർട്ട് കിട്ടുന്നുമുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്ത് പറ്റി, ദീസ് അപ്പർ ക്ലാസ് പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ബിക്കെയിം മോർ പവർഫുൾ, ഈവൻ മോർ ദാൻ ദ സെനറ്റേഴ്സ് അല്ലെ. സെനറ്റിലുണ്ടാവുന്നവരെക്കാൾ കൂടുതൽ പവർഫുൾ ആയിട്ട് അവർ മാറാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ അത്രയാണ് അവിടുത്തെ ഒരു അഡ്മിനിസ്ട്രേഷൻ. ഇനി അതിനകത്ത് തന്നെ ഒരു എക്സാമ്പിളായിട്ട് ഈ സെനറ്റ് മെമ്പേഴ്സും അല്ലെങ്കിൽ സെനറ്റിനകത്തിരുന്ന അഡ്മിനിസ്ട്രേറ്റേഴ്സും രാജാവും തമ്മിലുള്ള റിലേഷൻ അത്ര പ്രോപ്പർ അല്ല എന്ന് നമുക്ക് എടുത്തു പറയാനായിട്ട് ഒരു ഇൻസ്റ്റൻസ് കൂടിയുണ്ട്. ഓക്കെ, ഗലേനിയസ് എന്ന് പറയുന്ന ഒരു രാജാവുണ്ട്, ഗലീനിയസ്. ഓക്കെ, ഇദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിലിറ്ററിയുടെ ഒക്കെ കമാൻഡിൽ നിന്നും ഈ സെനറ്റേഴ്സിനെ അങ്ങ് ഒഴിവാക്കി. മിലിറ്ററിയുടെ കമാൻഡ് സെനറ്റേഴ്സിന് ഉണ്ടെങ്കിൽ ഒരു പ്രശ്നം പറ്റും. സെനറ്റേഴ്സ് ഓൾറെഡി അത്യാവശ്യം പവർഫുൾ ആയ ഒരു ക്ലാസ് ആണ് അല്ലെ. അതിൻ്റെ കൂട്ടത്തിൽ അവർക്കൊരു മിലിറ്ററി സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ ഒരു പക്ഷേ രാജാവിനേക്കാൾ പവർഫുള്ളായ സെനറ്റ് മാറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇവരെന്ത് ചെയ്തു, രാജാവ് എന്ത് ചെയ്തു, സെനറ്റ് മെമ്പേഴ്സിനെ പതുക്കെ അങ്ങ് മിലിറ്ററി കമാൻഡ് എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് അങ്ങ് മാറ്റി. ഓക്കെ, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഭരണം എന്ന് പറഞ്ഞാൽ ആരുടെ കയ്യിലിരിക്കും, സെനറ്റ് മെമ്പേഴ്സിൻ്റെ കയ്യിലിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയാണ് അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ റോമൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇത്രയാണ്. ഇനി അതിൽ ഏജ് ഓഫ് അഗസ്റ്റസ് എന്ന് പറയുന്നൊരു കാലഘട്ടമുണ്ട്. അതിന് എന്തുകൊണ്ട് ഏജ് ഓഫ് അഗസ്റ്റസ് എന്ന് എടുത്തു പറയുന്നു അല്ലെ. നമ്മൾ അഗസ്റ്റസിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. അഗസ്റ്റസ് കഴിഞ്ഞിട്ട് വന്നത് ടൈബേരിയസ് ആണ്. ടൈബേരിയസ് എന്ന് പറയുന്നത് അഗസ്റ്റസിൻ്റെ ദത്തുപുത്രനാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഏജ് ഓഫ് അഗസ്റ്റസിനെ അറിയപ്പെടുന്നത് എന്ന് പറയുന്നത് ഭയങ്കര സമാധാനപരമായ ഒരു കാലഘട്ടമായിട്ടാണ്. ഓക്കെ, റോമിൽ തന്നെ ഏറ്റവും പീസ്ഫുൾ ആയിട്ടുള്ള പീരീഡാണ് ഏത്, ഈ പറയുന്ന അഗസ്റ്റസിൻ്റെ കാലഘട്ടം. ഓക്കെ, അപ്പോൾ അവിടെ അത്യാവശ്യം 1ഉം 2ഉം സെഞ്ചുറീസ്, ഓക്കെ, 1ും 2ഉം സെഞ്ചുറീസ് എന്ന് പറയുന്നത് റോമിൻ്റെ പ്രോസ്പറസ് ആയിട്ടുള്ള കാലഘട്ടമാണ്. ഓക്കെ, അവിടെ അധികം വലിയ യുദ്ധങ്ങളോ, അതായത് എംപയറിനകത്തുള്ള ഇന്റേണൽ ഇഷ്യൂസും ഉണ്ടായിരുന്നില്ല, എക്സ്റ്റേണൽ ഇഷ്യൂസും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത്. അതായത് പുറത്തുള്ള എംപയേഴ്സുമായിട്ടുള്ള യുദ്ധങ്ങളോ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അത്യാവശ്യം ഈ പറയുന്ന എംപയറിനകത്തുള്ള ഇന്റേണൽ അഫയേഴ്സും ഒക്കെ അധികം എന്താ പറയുക, പ്രശ്നങ്ങളൊന്നും ആയി മാറാതെ അത്യാവശ്യം പീസ്ഫുൾ ആയിട്ട് തന്നെ പോയൊരു കാലഘട്ടമാണ്. ഓക്കെ, അതുപോലെ തന്നെ എക്കണോമിക്കലിയൊക്കെ അത്യാവശ്യം ഡെവലപ്മെൻറ്റ് കാണിച്ചിരുന്നതും ഈ പറയുന്ന അഗസ്റ്റസ് ഏജിലാണ്. അഗസ്റ്റൻ രാജാവ് ഭരിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിലായിരുന്നു ഈ പറഞ്ഞതുപോലെ സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചയും അല്ലെ സമാധാനപരമായ ഒരു കാലഘട്ടമൊക്കെ ആയിട്ട് പ്രോസ്പെറസ് ആയിട്ട് മുന്നോട്ട് പോയത്. ഓക്കെ, എന്തായാലും ശരി, ഇത് ഒരുപാട് കാലം നിലനിന്നില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ടോപ്പിക്കിലേക്ക് നമ്മളിപ്പോൾ വരും. ഒരു ഫസ്റ്റ് സെഞ്ചുറിയും സെക്കൻഡ് സെഞ്ചുറിയും അത്യാവശ്യം നല്ലതായിട്ട് പോയെന്ന് പറഞ്ഞു അല്ലേ. പക്ഷേ 3rd സെഞ്ചുറി എന്ന് പറയുന്ന വളരെ മോശമായ ഒരു കാലഘട്ടമായിരുന്നു. അത് നമ്മൾ വിളിക്കുന്നൊരു പേരുണ്ട്, 3rd സെഞ്ചുറി ക്രൈസിസ്. അതിലോട്ട് വരാം. അതിനും 1-2 കാര്യങ്ങളൂടെ. ഓക്കെ, ഒന്നെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷനൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അഡ്മിനിസ്ട്രേഷനൊക്കെ പറഞ്ഞപ്പോൾ അതിനെ കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മൊത്തത്തിൽ ഈ പറയുന്ന റോമൻ എംപയർ എന്ന് പറയുന്നത് ആക്ച്വലി അവിടെ അർബൻ സിറ്റീസും ഉണ്ട്, അതുപോലെ തന്നെ വില്ലേജസും ഉണ്ട്, രണ്ടും ഉണ്ട്. ഓക്കെ, അപ്പോൾ സിറ്റികൾ ഉള്ളൊരു മേഖലയും ഉണ്ട്, എന്നാൽ
റൂറലായിട്ടുള്ള അല്ലെങ്കിൽ ഗ്രാമീണ മേഖലയും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ എല്ലാത്തിനെയും നോക്കി നടത്താൻ ഒരു കൗൺസിലുണ്ട്, ഒരു മജിസ്ട്രേറ്റിൻ്റെ ഓഫീസുണ്ട്. ഇങ്ങനെയുള്ള ഭരണത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഉണ്ടായിരുന്നൊരു കാര്യം എന്ന് പറയുന്നത്, രാജാവിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ, രാജാവിൻ്റെ അത്യാവശ്യം നല്ലൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ വില്ലേജിൽ താമസിച്ചിരുന്ന ആൾക്കാർക്ക് എങ്ങോട്ട് പ്രൊമോഷൻ കിട്ടും? സിറ്റികളിലേക്ക് പ്രൊമോഷൻ കിട്ടും. ഓക്കെ, അതുപോലെ ഈ പറഞ്ഞതുപോലെയാണ്, സിറ്റിയിൽ ജീവിച്ചിരുന്ന ആൾക്കാർ രാജാവിനെ തൃപ്തിപ്പെടുത്തിയില്ല എങ്കിൽ അവർ സിറ്റിയിൽ നിന്ന് നേരെ എവിടെയും വരും? വില്ലേജിലേക്ക് തട്ടാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൊമോഷൻ പോലെയാണ്. ഓക്കെ, ജോലിയിൽ കിട്ടുന്ന പ്രൊമോഷൻ പോലെയാണ് അവിടെ വില്ലേജും സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, വില്ലേജിൽ താമസിക്കുന്നവർക്ക് എംപററിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? സിറ്റിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യപ്പെടും. ഓക്കെ, എന്നാൽ സിറ്റിയിൽ താമസിച്ചിരിക്കവേ ഈ പറഞ്ഞതുപോലെ രാജാവുമായിട്ട് നല്ല ബന്ധത്തിലല്ല എങ്കിൽ അവരെന്ത് ചെയ്യും? വില്ലേജിലോട്ട് ഡീഗ്രേഡും ചെയ്യപ്പെടും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഇനി അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞതാണ് അതായത് സിറ്റി ലൈഫിൻ്റെ കേസ് അല്ലേ. സിറ്റിയുടെ ഒരു കേസ് അറിഞ്ഞിരിക്കേണ്ടത്, ഈ സിറ്റി ലൈഫിൽ ആൾക്കാർ കൂടുതൽ അട്രാക്റ്റഡ് ആവാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്, വില്ലേജിനേക്കാൾ കൂടുതൽ ഫുഡ് സെക്യൂരിറ്റി ഉണ്ടായിരുന്നത് ഈ പറയുന്ന സിറ്റീസിലാണ്. അതായത് ഫുഡിൻ്റെയൊക്കെ ഷോർട്ടേജ് വരുന്ന കാലഘട്ടങ്ങളിൽ സിറ്റിയിൽ ഫുഡ് അവൈലബിൾ ആയിരുന്നു, എന്നാൽ വില്ലേജിലുള്ളവർ ബുദ്ധിമുട്ടിയിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജനങ്ങൾ കൂടുതൽ ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നത് സിറ്റിയിലാണ്, അല്ലെങ്കിൽ അർബൻ ഏരിയാസിലാണ് കൂടുതൽ ആൾക്കാർ ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ അവിടെ നല്ല വാട്ടർ സപ്ലൈയും ഈ പബ്ലിക് ബാത്തിങ്ങിനൊക്കെയുള്ള ഫെസിലിറ്റികളും കൂടുതൽ ലക്ഷറിയസ് ആയിട്ടൊക്കെയുള്ള ലൈഫും ഒക്കെ ആയിരുന്നു സിറ്റിയിലുണ്ടായിരുന്നത്. സോ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ പ്രിഫർ ടു ലിവ് ഇൻ സിറ്റീസ് ബിക്കോസ് it was not at all affected by any food shortage. It is having a lot of public facilities, water supply, public bath systems. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കുറേ സൗകര്യങ്ങളുണ്ടായിരുന്നു സിറ്റിയിൽ. ഓക്കെ, എന്തായാലും ശരി. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞു, അഗസ്റ്റ്യസ് പീരീഡ് പറഞ്ഞു, ഈ പറഞ്ഞ അവിടുത്തെ സിറ്റിയുടെ പ്രത്യേകതകളും ഒക്കെ പറഞ്ഞു അല്ലെ. ഇനി വരുന്നതെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ടോപ്പിക്കാണ്, തേർഡ് സെഞ്ചുറി ക്രൈസിസ്. എന്താണ് ഈ തേർഡ് സെഞ്ചുറി ക്രൈസിസ് അല്ലെ? ക്രൈസിസ് എന്നാണ് പറഞ്ഞത്. നമ്മൾ ഫസ്റ്റ് സെഞ്ചുറിയിലും ക്രൈസിസ് ഇല്ല, സെക്കൻഡ് സെഞ്ചുറിയിലും ക്രൈസിസ് ഇല്ല. രണ്ടും പീസ്ഫുൾ ആയിട്ടും പ്രോസ്പെറസ് ആയിട്ടും പോയ കാലഘട്ടം അല്ലെ. അതേ സമയത്ത് തേർഡ് സെഞ്ചുറിയിൽ കുറേ പ്രശ്നങ്ങളുണ്ടായി. ഓക്കെ, നേരെ ഓപ്പോസിറ്റ് സംഭവങ്ങളാണ് ഇവിടെ ഉണ്ടായത്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഒരു പുതിയൊരു ഗ്രൂപ്പ് ഓഫ് ഇറാനിയൻസ് ഈ കാലഘട്ടത്തിൽ ഈ പറയുന്ന എംപയറിനെ അറ്റാക്ക് ചെയ്തു തുടങ്ങി. ഓക്കെ, അതാണ് സസാനിയൻസ് എന്ന് പറയും. സസാനിയൻസ് എന്ന് പറയുന്ന ഒരു ഇറാൻ ഗ്രൂപ്പ്. ഓക്കെ, അവരെന്ന് പറയുന്ന അത്യാവശ്യം ഭയങ്കര ഫിറോഷ്യസ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പായിരുന്നു, കുറേ വയലൻസ് ഒക്കെ ആഗ്രഹിച്ചിരുന്ന ഗ്രൂപ്പാണ്. ഇവർ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? എംപയറിനകത്തേക്ക് ഇൻവേഡ് ചെയ്യാനൊക്കെ തുടങ്ങി. ഓക്കെ, കടന്നു കയറാനും ആക്രമിക്കാനും ഒക്കെ തുടങ്ങി. അപ്പോൾ ആ സമാധാനം ഒന്ന് നഷ്ടപ്പെട്ടു. ഓക്കെ, ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, കുറേ ജർമാനിക് ട്രൈബ്സ് ഉണ്ട്. ഓക്കെ, ജർമ്മനിയിൽ നിന്നൊക്കെയുള്ള ട്രൈബൽ ഗ്രൂപ്പുകൾ, ഇവരും ഇതേ പരിപാടി തന്നെയാണ്. അനാവശ്യമായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? ഈ പറയുന്ന എംപയറിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. ഓക്കെ, എംപയറിനെ അവർ ഇങ്ങോട്ട് വന്ന് അറ്റാക്ക് ചെയ്യുന്ന ഒരു കാലഘട്ടമൊക്കെ ആയി തുടങ്ങി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഇവിടെ ഉണ്ടായിരുന്ന ഈ ഒരു സമാധാനവും കാര്യങ്ങളും അന്തരീക്ഷവും ഒക്കെ നഷ്ടപ്പെട്ടു തുടങ്ങി. ഓക്കെ, അപ്പോൾ എന്തായാലും ശരി, രണ്ട് രീതിയിൽ ഈ പറയുന്ന പോലെ എക്സ്റ്റേണൽ ആയിട്ടുള്ള അറ്റാക്കും കാര്യങ്ങളും വന്നു തുടങ്ങി. ഇനി ഇതേപോലെ തന്നെ എംപയറിനകത്തുണ്ടായിരുന്ന അവസ്ഥയും കുറെ കൂടെ വേഴ്സായിട്ട് മാറി. കാരണം അവിടെ ഈ രാജാക്കന്മാരെന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ചേഞ്ച് ചെയ്ത് മാറാൻ തുടങ്ങി. അതായത് പവർഫുൾ ആയ ഒരു രാജാവ് വന്നില്ല എന്ന് വേണം പറയാൻ. ഓക്കെ, ഒരു പവർഫുൾ ആയ രാജാവ് ഉണ്ടെങ്കിൽ അദ്ദേഹം തന്നെ കൃത്യമായി ഭരിച്ചു പോകും അല്ലെ. അതേസമയത്ത് ആ പവറിനെ ഹോൾഡ് ചെയ്ത് നിർത്താൻ കപ്പാസിറ്റി ഇല്ലാത്ത ഒരാളാണെങ്കിൽ അയാളെ എന്ത് ചെയ്യും? ആരെങ്കിലും തട്ടിത്തെറിപ്പിച്ച് അടുത്ത ആൾ വരും, അയാളെ തട്ടിത്തെറിപ്പിച്ച് അടുത്ത ആൾ വരും അല്ലെ. അപ്പോൾ ഇങ്ങനെ ക്വിക്കായിട്ടുള്ള സക്സഷൻ തുടങ്ങി. ഓക്കെ, ഒരു രാജാവ് മാറി അടുത്ത രാജാവ്, ഇങ്ങനെ ചറപറ രാജാക്കന്മാർ മാറാൻ തുടങ്ങി. ഓക്കെ, അതിനാണ് നമ്മൾ ക്വിക്ക് സക്സഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു രാജാവിനെ സക്സീഡ് ചെയ്ത് അടുത്ത ആൾ വന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ അതിൽ പറയുന്നൊരു കണക്കുണ്ട്, ഒരു 47 വർഷത്തിൽ 25 രാജാക്കന്മാരെങ്കിലും മാറിയെന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഒരു രാജാവ് ഒരു വർഷത്തിൽ കവിഞ്ഞ് അധികം ഒന്നും ഭരിച്ച് കാണില്ല അല്ലെ. എന്തായാലും 2 വർഷം കൃത്യമായി ഭരിച്ചു എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം 25 രാജാക്കന്മാർ 47 വർഷത്തിലാണ് മാറിയിരിക്കുന്നത് അല്ലെ. അപ്പോൾ അങ്ങനെ ഈ ക്വിക്കായിട്ട് സക്സീഡ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താണ്? ഒന്ന്, ഇവർക്ക് കഴിവില്ല എന്ന് ഉറപ്പാണ്, അതുകൊണ്ടാണ് ഒരു രാജാവ് മാറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. രണ്ട്, ഈ പറഞ്ഞ പോലെ ഒരു ഇൻസ്റ്റെബിലിറ്റി വരും അല്ലെ. ഒരു ആരും നേരാവണ്ണം ഭരിക്കുന്നില്ല എങ്കിൽ എന്ത് പറ്റും? അവിടെ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റെബിലിറ്റി വരും, ഒന്നും സ്റ്റേബിൾ ആയിരിക്കത്തില്ല അല്ലെ. ഗവൺമെന്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നാൽ നമുക്ക് എന്ത് തോന്നും?
ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു വർഷം ഒരു ഗവൺമെൻറ് ഭരിച്ചു, നമുക്ക് 5 വർഷം ഉണ്ട് അല്ലേ, എങ്കിലും ഒന്ന് ആലോചിക്കുക, ഒരു വർഷം കഴിയുമ്പോഴേ ഗവൺമെൻറ് മാറിക്കൊണ്ടിരുന്നാൽ ഒരു ഗവൺമെൻറ് കൊണ്ടുവരുന്ന പദ്ധതികൾ അവർക്ക് നടപ്പിലാക്കാൻ പോലും പറ്റത്തില്ല. അടുത്ത ഗവൺമെൻറ് വന്നു, അവർ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെക്കുമ്പോഴേ അടുത്ത ഗവൺമെൻറ് വന്നു. അപ്പം ഇങ്ങനെ ഒരു ഇൻസ്റ്റെബിലിറ്റി വരാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ എന്തായാലും എന്താണ് തേർഡ് സെഞ്ചുറി ക്രൈസിസ് എന്ന് ചോദിച്ചാൽ നമുക്ക് മെയിനായിട്ട് 3 പോയിന്റ്സ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ പറയേണ്ട കാര്യം എന്താണ്? ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെഞ്ചുറി വാസ് വെരി മച്ച് പീസ്ഫുൾ അല്ലെ, അവിടെ പീസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോയി. ആൻഡ് ഇറ്റ് ഷോഡ് എ ലോട്ട് ഓഫ് എക്കണോമിക് എക്സ്പാൻഷൻ. ഫസ്റ്റ് സെഞ്ചുറിയിലും സെക്കൻഡ് സെഞ്ചുറിയിലും അത്യാവശ്യം സാമ്പത്തിക വളർച്ച കൂടി ഉണ്ടായിരുന്ന കാലഘട്ടമാണ്. ഓക്കെ, എന്നാൽ തേർഡ് സെഞ്ചുറിയിലേക്ക് എൻട്രി ചെയ്തപ്പോൾ കാര്യങ്ങൾ മറിയാൻ തുടങ്ങി അല്ലെ. അതിൽ ഒരു ടൈം പീരീഡ് കൂടി പറഞ്ഞിട്ടുണ്ട്, 225 BC. ആ ഒരു കാലഘട്ടത്തിലൊക്കെയാണ് കൂടുതലായിട്ട് ഈ പറഞ്ഞ ശശാനിയൻസിൻ്റെ അറ്റാക്ക് തുടങ്ങുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ജർമാനിക് ട്രൈബ്സിൻ്റെ അറ്റാക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്വിക്കായിട്ടുള്ള സക്സഷൻ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു വലിയ ഇഷ്യൂ ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ അല്ലെ, എന്താ നമ്മൾ തുടങ്ങിയത് തന്നെ ഇവിടെ നിന്നാണ്, സക്സഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ് അല്ലേ. സക്സഷൻ എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ ഭരണം എങ്ങനെയാണ് അടുത്ത തലമുറയിലേക്ക് കൈമാറിപ്പോകുന്നത് അല്ലേ, അത് നമ്മൾ പറഞ്ഞു. 2 രീതിയിലാവാം അല്ലേ. അപ്പോൾ മെയിൻ പോയിന്റ്സ് മാത്രമായിട്ട് എഴുതുന്നോളൂ, അത് കണക്ട് ചെയ്ത് എക്സ്പാൻഡ് ചെയ്തോളൂ. ഓക്കെ, സക്സഷൻ എന്ന് പറയുന്നത് എയ്തർ നാച്ചുറൽ ഓർ അഡോപ്ഷൻ അല്ലേ. അഡോപ്റ്റഡ് ചൈൽഡിനെ വേണമെങ്കിലും എന്ത് ചെയ്യാം, രാജാവാക്കി മാറ്റാം. ഓക്കെ, ആ ടോപ്പിക്കിൽ അവ മെയിനായിട്ട് ഓർക്കേണ്ട 2 കാര്യങ്ങളാണ്. ഇനി അതിൻ്റെ എക്സാമ്പിൾ കൂടി ഇവിടെ നമ്മൾ പഠിക്കണം. ആരാണ്? ടൈബേരിയസ് എന്ന് പറയുന്നത് അഡോപ്റ്റഡ് സൺ ആയിരുന്നു. ആരുടെ? സൺ ഓഫ് അഗസ്റ്റസ്. അഗസ്റ്റസിന്റെ അഡോപ്റ്റഡ് സൺ ആയിരുന്നു ടൈബേരിയസ് അല്ലെ. അപ്പോൾ അതിന്റെ എക്സാമ്പിൾ കഴിഞ്ഞു. ആ ടോപ്പിക്ക് അത്ര മതി നമുക്ക്. ഇനി അഡ്മിനിസ്ട്രേഷനിലോട്ട് വരുമ്പോൾ മെയിനായിട്ട് ഓർത്തിരിക്കേണ്ട പോയിന്റ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഒന്ന്, വലിയൊരു വാസ്റ്റ് എംപയർ ആണ്. അപ്പോൾ ഒരിക്കലും നമുക്ക് അത്രയും വലിയൊരു വാസ്റ്റ് എംപയറിനെ അതേ കണക്ക് നിർത്തി ഭരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? അതിനെ എന്തായി ഡിവൈഡ് ചെയ്തു? പ്രോവിൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു അല്ലെ. അപ്പോൾ പ്രോവിൻസ് ഒന്നാമത്തെ പോയിന്റ് ആയി. ഇനി 2, പ്രോവിൻസുകളിൽ നിന്നും എന്ത് കളക്ട് ചെയ്തു? ടാക്സ് കളക്ഷൻ ഫ്രം പ്രോവിൻസ് അല്ലെ. 3 ഇമ്പീരിയൽ സിറ്റീസ് ഉണ്ടായിരുന്നു, അതായത് ഭരണം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന 3 സ്ഥലങ്ങളുണ്ടായിരുന്നു. ഏതൊക്കെയാണ് ആ പ്രദേശങ്ങൾ? ഓക്കെ, അലക്സാൻഡ്രിയ അല്ലെ. ഇനി കാർത്തേജ്. അലക്സാൻഡ്രിയ, കാർത്തേജ് ഉണ്ട്. അതുപോലെ തന്നെ ഏതുണ്ട്? ആന്റിയോക്ക്. ഓക്കെ, ആന്റിയോക്ക് എന്ന് പറയുന്ന സ്ഥലം. ഇനി പ്രോവിൻസിൽ അഡ്മിനിസ്ട്രേഷനകത്ത് ഉണ്ടായിരുന്നത് ഏത് ക്ലാസ്? അപ്പർ ക്ലാസ് പീപ്പിൾ ആണ് അല്ലെ. മെയിൻലി അപ്പർ ക്ലാസ്. ഓക്കെ, ഇനി അപ്പർ ക്ലാസ്സിന് എന്തിനൊക്കെയുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു? എന്തൊക്കെ ആണ് അവരവിടെ നോക്കി നടത്തിയിരുന്നെന്നുള്ളതാണ് അല്ലെ. അപ്പർ ക്ലാസ് പീപ്പിൾ ലുക്ക്ഡ് ആഫ്റ്റർ അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേഷൻ മാത്രമല്ല, അവർക്ക് ഒരു ചുമതല കൂടി ഉണ്ടായിരുന്നു. എന്താണ്? ദി കമാൻഡഡ് ദ ആർമി. കമാൻഡഡ് ദ ആർമി. ആർമിയെ കമാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി അല്ലെ. അതുകൊണ്ട് തന്നെ ഇവരുടെ പവർ റേസ് ചെയ്തു. ഓക്കെ, ഇവരുടെ പവർ കൂടി. പവർ കൂടി എന്ന് പറയാൻ കാരണം ഈ 2 പവേഴ്സ് അവർക്ക് ഉണ്ട് ഓൾറെഡി. അതിന്റെ കൂട്ടത്തിൽ അവർക്ക് എന്തുണ്ട്? സപ്പോർട്ട്. ആരുടെ സപ്പോർട്ട്? സപ്പോർട്ട് ഓഫ് എംപറർ. രാജാവിന്റെ സപ്പോർട്ട് കൂടി ഉള്ള ഗ്രൂപ്പാണ് ഇവർ. ഓക്കെ, എന്നാൽ സെനറ്റ് മെമ്പേഴ്സിന് സപ്പോർട്ട് കൊടുത്തില്ല അല്ലെ. സെനറ്റ് മെമ്പേഴ്സിന്റെ കയ്യിൽ ആർമിയുടെ കമാൻഡ് കൊടുക്കാതിരുന്ന രാജാവാരാണ്? ഗലേനിയസ് എന്ന് പറയുന്ന രാജാവ്. ഓക്കെ, അപ്പൊ അത്രയാണ് നമ്മുടെ അഡ്മിനിസ്ട്രേഷനകത്ത് വരുന്ന മെയിൻ പോയിന്റ്സ്. അപ്പോൾ പോയിന്റ്സ് അത്രയും നോട്ട് ചെയ്യുക. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പറഞ്ഞത് തേർഡ് സെഞ്ചുറി ക്രൈസിസ് ആണ് അല്ലെ. അതുപോലെ അതിനിടയ്ക്ക് നമ്മൾ സിറ്റിയുടെയൊക്കെ പ്രത്യേകതകൾ പറഞ്ഞു, അത് ഓർത്തോളുക. ഓക്കെ, തേർഡ് സെഞ്ചുറി ക്രൈസിസ് എന്തുകൊണ്ടാണ് അല്ലെ ഇതിനെ ക്രൈസിസ് എന്ന് വിളിക്കുന്നത്? നമുക്ക് ആദ്യമേ അപ്പോൾ ഫസ്റ്റ് സെഞ്ചുറി ആൻഡ് സെക്കൻഡ് സെഞ്ചുറി ഇതിന്റെ 2ന്റെയും പ്രത്യേകത അറിയണം അല്ലെ. എന്താണ്?
പീസ്ഫുൾ ആയിരുന്നു അല്ലെ, സമാധാനപരമായിട്ട് മുന്നോട്ട് പോയി. ഒപ്പം എക്കണോമിക്കലി സ്റ്റേബിളും ആയിരുന്നു. ഓക്കെ, ഇനിയാണ് പ്രശ്നങ്ങളുടെ വരവ് അല്ലെ. ഏതാണ്ട് ഒരു 225 കാലഘട്ടത്തിൽ ആര് വരുന്നു? സസാനിയൻസ് അല്ലെ. സസാനിയൻസ് എന്ന് പറയുന്ന ഇറാനിയൻസ് ആണ്. ദേ സ്റ്റാർട്ടഡ് ടു അറ്റാക്ക് ദ എംപയർ അല്ലെ. ഇതേപോലെ തന്നെയാണ് അടുത്ത ഗ്രൂപ്പ് ആരാണ്? ജർമാനിക് ട്രൈബ്സ്. അവരും എന്ത് ചെയ്യാൻ തുടങ്ങി? ഇതുപോലെ ഒരു അറ്റാക്കിംഗ് ഗ്രൂപ്പ് തന്നെയാണ് അല്ലെ. ഇനി ക്വിക്കായിട്ടുള്ള സക്സഷൻ, അതിന്റെ കണക്ക് എങ്ങനെയാണ്? 25 അല്ലെ, 25 രാജാക്കന്മാര് 47 ഇയേഴ്സിൽ തന്നെ ചേഞ്ച് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ 3rd സെഞ്ചുറി ക്രൈസിസ് എന്ന് പറയുന്നത്. ഒരു വലിയ ക്രൈസിസിലൂടെ തന്നെ എന്ത് ചെയ്തു? എംപയർ കടന്നുപോയി എന്ന് പറയേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയ ടോപ്പിക്സ്. ഇനി വരുന്നതെന്ന് പറയുന്നത്, അടുത്ത ടോപ്പിക്കായിട്ട് വരുന്നത് വിമൻ ആണ്. ഓക്കെ, വിമൻ അവരുടെ പൊസിഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, വാട്ട് വാസ് ദ പൊസിഷൻ ഓഫ് വിമൻ ഇൻ ദ എംപയർ? ഓക്കെ, സ്ത്രീകൾക്ക് എന്ത് സ്ഥാനമാണ് എംപയറിൽ ഉണ്ടായിരുന്നത്? ഓക്കെ, റോമൻ എംപയർ എടുക്കുമ്പോൾ ആക്ച്വലി അത്യാവശ്യം സ്റ്റാറ്റസും പൊസിഷനും ഒക്കെ വിമന് കൊടുത്തിരുന്ന ഒരു എംപയർ ആണ് ഈ പറയുന്ന റോമൻ എംപയർ എന്ന് പറയുന്നത്. ഓക്കെ, വിമൻ എൻജോയ്ഡ് സർട്ടൻ റൈറ്റ്സ്. മെയിനായിട്ട് അവർ എൻജോയ് ചെയ്യുന്ന റൈറ്റ് എന്ന് പറയുന്നത് റൈറ്റ് ടു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, നമ്മൾ പഴയ ചാപ്റ്റേഴ്സൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ് അല്ലെ. പലപ്പോഴും വിമന് ഈ പറയുന്ന പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറയുന്നത് കിട്ടിയിരുന്നില്ല. അതേ സമയത്ത് ഇപ്പോൾ അല്ലെ, ഈ പറയുന്ന റോമൻ എംപയറിലേക്ക് വരുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അവർക്ക് റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഉണ്ടായിരുന്നു. ഓക്കെ, പ്രോപ്പർട്ടി റൈറ്റ്, അതായത് ഫാദറിൻ്റെ പ്രോപ്പർട്ടി അവർക്കും അവകാശപ്പെട്ടത് തന്നെയാണ്, ലീഗലി അവകാശപ്പെട്ടതാണ്. ഓക്കെ, ഒന്നത്. രണ്ടെന്ന് പറയുന്നത് മാരേജിൻ്റെ കേസ് എടുക്കുമ്പോൾ യൂഷ്വലി പ്രിഫർ ചെയ്യുന്ന മാരേജ് എന്ന് പറയുന്നത് അറേഞ്ച്ഡ് മാരേജ് ആണ്. ഓക്കെ, അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു മാരേജ് ആയിരിക്കും നടക്കുന്നത്. ഇനി അങ്ങനെ വൈഫ് ഹസ്ബൻഡ് റിലേഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം ഈ പറയുന്ന പോലെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് കുറച്ച് ഡോമിനൻ്റ് ആയിരിക്കും. ഓക്കെ, എന്ന് പറഞ്ഞാൽ വൈഫിൻ്റെ മുകളിൽ അത്യാവശ്യം അധികാരമുള്ള ഒരാളായിരിക്കും ഹസ്ബൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ നമുക്ക് ചില കേസുകൾ കാണാൻ പറ്റും. അതായത് ഭാര്യയെ ഉപദ്രവിക്കുകയും തല്ലുകയൊക്കെ ചെയ്യുന്ന ഭർത്താക്കന്മാരെ കുറിച്ചുള്ള കംപ്ലയിൻസ് ഒക്കെ അവിടെ നിലനിന്നിരുന്നു. ഓക്കെ, അപ്പോൾ ഹസ്ബൻഡ് വാസ് മോർ ഡോമിനൻറ്റ് ദാൻ വൈഫ്. ഓക്കെ, വൈഫിനേക്കാൾ കുറെ കൂടെ ഡോമിനേഷൻ ഉണ്ടായിരുന്നത് ഹസ്ബൻഡിന് തന്നെയാണ് എന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. ഓക്കെ, എന്ന് കരുതി അവിടെ റൈറ്റ് ടു പ്രോപ്പർട്ടിയുടെ കേസ് വരുമ്പോൾ ഇപ്പോൾ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ ആ പെൺകുട്ടിക്ക് എന്ത് ചെയ്യുന്നു? കുറേ പ്രോപ്പർട്ടി കൊടുക്കും. ഓക്കെ, ആ പ്രോപ്പർട്ടി വിവാഹശേഷം ഭർത്താവിന് എഴുതി കൊടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അത് ആരുടെ കയ്യിൽ തന്നെ ഉണ്ടാവും? ഈ പറയുന്ന പെൺകുട്ടിയുടെ പേരിൽ തന്നെ ആ പ്രോപ്പർട്ടി നിലനിൽക്കും. അല്ലാതെ അത് ഹസ്ബൻഡിന് കൊടുക്കണം എന്ന് നിർബന്ധവും ഇല്ല, നിയമവും ഇല്ല. ഓക്കെ, അപ്പോൾ ഫാദറിൻ്റെ നിന്ന് കിട്ടുന്ന പ്രോപ്പർട്ടി എന്നും ആരുടെ കയ്യിൽ തന്നെ ഉണ്ടാവും? ഈ പറയുന്ന ഡോട്ടർ അല്ലെ, മകളുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. ദാറ്റ് cannot be transferred to, or that was not transferred to the husband. അതിനെ ഈ പറയുന്ന ഹസ്ബൻഡിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന പരിപാടിയൊന്നുമില്ല. ഓക്കെ, അപ്പോൾ സ്ത്രീധനമൊക്കെ കിട്ടും, പക്ഷേ എന്ത് ചെയ്യേണ്ടി വരും? സ്ത്രീധനം വാങ്ങിക്കാം എന്ന് ചുമ്മാ പേരിന് പറയാനേ പറ്റൂ. കാരണം ആ പ്രോപ്പർട്ടി ആരുടെ കയ്യിൽ തന്നെ ആയിരിക്കും? ഈ പറയുന്ന പെൺകുട്ടിയുടെ കയ്യിൽ തന്നെ ആയിരിക്കും അല്ലെ. ഭർത്താവിൻ്റെ കയ്യിലോട്ട് അത് കിട്ടുന്ന കാര്യം ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, എന്തായാലും ശരി, ഇതായിരുന്നു അവിടുത്തെ പ്രോപ്പർട്ടിയുടെ രീതി. ഈ നേരത്തെ പറഞ്ഞതുപോലെയാണ്, അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ ഓക്കെ, മകളാണുള്ളതെങ്കിൽ ആ പ്രോപ്പർട്ടി കംപ്ലീറ്റ് എന്ത് ചെയ്യും? മകൾക്ക് തന്നെ അത് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു വിമൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്. ഇനി ഡിവോഴ്സിൻ്റെ കേസ് പറയുമ്പോൾ മെന്നിനും വിമനും ഈസി ആയിട്ട് ഡിവോഴ്സ് ചെയ്യാൻ പറ്റും. കൊള്ളാം അല്ലേ? നല്ല നല്ല ആചാരങ്ങൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് പറയുന്നത്. എന്തായാലും ശരി, ഡിവോഴ്സ് എന്ന് പറയുന്ന അത്യാവശ്യം രണ്ടുപേർക്കും ഇപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ ഡിവോഴ്സ് എന്ന് പറയുന്നത് ഈസി ആയിട്ട് നടക്കും. ഓക്കെ, അത് മെന്നിന് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞാലും നടക്കും, വിമന് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞാലും നടക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അന്ന് അനുമാനിക്കാവുന്ന അത്യാവശ്യം നല്ലൊരു പൊസിഷൻ, ഒരു സ്റ്റാറ്റസ് ഒക്കെ വിമന് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാം അല്ലെ. കാരണം റൈറ്റ് ടു പ്രോപ്പർട്ടി ആ കാലഘട്ടത്തിൽ കിട്ടുന്നത് തന്നെ വലിയൊരു കാര്യമാണ് അല്ലെ. അപ്പോൾ റൈറ്റ് ടു പ്രോപ്പർട്ടി അല്ലെ ഏറ്റവും ആദ്യം ഓർക്കേണ്ട അതാണ്.
വാട്ട് വാസ് ദ പൊസിഷൻ ഓഫ് വിമൻ ഇൻ റോമൻ എംപയർ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ആദ്യം ഓർത്തിരിക്കേണ്ട പോയിന്റ് റൈറ്റ് ടു പ്രോപ്പർട്ടി ആണ്. റൈറ്റ് ടു പ്രോപ്പർട്ടി ഉണ്ടെന്ന് മാത്രമല്ല അത് ലീഗലാണ് എന്ന് തന്നെ എഴുതണം. ഓക്കെ, റൈറ്റ് ടു പ്രോപ്പർട്ടി വാസ് ലീഗൽ. അപ്പോൾ 2 മാരേജിൻ്റെ കേസ് എഴുതുക. മാരേജിന് അറേഞ്ച്ഡ് മാരേജ് ആണ് പ്രിഫർ ചെയ്തിരുന്നത് അല്ലേ. എന്നാൽ ഹസ്ബൻഡ് ഈസ് മോർ ഡോമിനൻറ്റ് ദാൻ വൈഫ്. ഓക്കെ, ഹസ്ബൻഡ് എന്ന് പറയുന്ന വൈഫിൻ്റെ കാര്യത്തിൽ കുറച്ച് ഡോമിനേഷനൊക്കെ ഉണ്ടായിരിക്കും. ഈ പറഞ്ഞ പോലെ എന്ത് കേസാണ് നമുക്ക് അതിനകത്ത് എടുത്ത് പറയാനുള്ളത്? ദർ ആർ സർട്ടൻ കേസസ് റിലേറ്റഡ് ടു വൈഫ് ഗെറ്റിംഗ് ബീറ്റൻ ബൈ ഹസ്ബൻഡ് അല്ലേ. വൈഫിനെ ഹസ്ബൻഡ് ബീറ്റ് ചെയ്യുന്ന പോലെ ഇൻസ്റ്റൻസ് ഒക്കെ പലയിടത്തും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കത് പറയാൻ പറ്റും. ഓക്കെ, എന്നാലും ശരി, കല്യാണ സമയത്ത് കിട്ടുന്ന പ്രോപ്പർട്ടി അല്ലേ, ആ സമയത്ത് കിട്ടുന്ന ഗിഫ്റ്റുകളും പ്രോപ്പർട്ടിയൊക്കെ കീപ്പ് ചെയ്യാനുള്ള അധികാരം എന്ന് പറയുന്നത് പെൺകുട്ടിക്ക് തന്നെയാണ് അല്ലേ. അതിനെ ആർക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട? അത് ഭർത്താവിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. ഭർത്താവിൻ്റെ അധികാരത്തിലേക്ക് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ദെൻ അടുത്തതെന്ന് പറയുന്നത് ഈ പറയുന്ന അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ ദെൻ ദ ഡോട്ടർ ഓർ ദ വിമൻ ക്യാൻ ഇൻഹെറിറ്റ് ദ പ്രോപ്പർട്ടി ലീഗലി അല്ലേ. അച്ഛൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്ന മകൾക്ക് തന്നെ ഉള്ളതായിരിക്കും. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ലാസ്റ്റ് പോയിന്റ് ഡിവോഴ്സിൻ്റെ കേസാണ്. അപ്പോൾ അത്രയാണ് ഇന്ന് പറഞ്ഞ ടോപ്പിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം മുതൽ ഒന്ന് ഓർത്ത് നോക്കി. ആദ്യം സക്സഷൻ്റെ കാര്യം പറഞ്ഞു അല്ലേ. വിമൻ്റെ പൊസിഷൻ്റെ മെയിൻ പോയിന്റ്സ് കൂടെ ജസ്റ്റ് ഒന്ന് എഴുതിയിടാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ജസ്റ്റ് റിവൈസ് ചെയ്ത് ഇന്നത്തെ ക്ലാസ് നിർത്താം. ഒന്ന്, റൈറ്റ് ടു പ്രോപ്പർട്ടി. റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നതാണ് ആദ്യത്തെ അല്ലേ. 2, സെക്കൻഡ് എന്ന് പറയുന്നത് എന്താണ്? അറേഞ്ച്ഡ് മാരേജ്. പ്രിഫർ ചെയ്യുന്ന അറേഞ്ച്ഡ് മാരേജ് ആണ്. അവിടെയും തീർന്നില്ല അല്ലേ. ഇനി ഹസ്ബൻഡ് വാസ് ഡോമിനൻറ്റ്. ഇനി പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഈസ് നോട്ട് ട്രാൻസ്ഫേർഡ് ടു ഹസ്ബൻഡ് അല്ലെ. ഹസ്ബൻഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ഡിവോഴ്സ് വാസ് ഈസി ഫോർ ബോത്ത് മെൻ ആൻഡ് വിമൻ അല്ലെ. രണ്ടുപേർക്കും ഡിവോഴ്സ് എന്ന് പറയുന്നത് ഈസിയാണ്, ഈസി പ്രൊസീജിയറാണ്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഇൻഹെറിറ്റൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്ന് നമ്മൾ പറഞ്ഞ ടോപ്പിക്സും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ സക്സഷൻ പറഞ്ഞു, അഡ്മിനിസ്ട്രേഷൻ, സിറ്റി ലൈഫ് കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു വന്നു. അതുപോലെ 3rd സെഞ്ച്വറിയിലുണ്ടായ ക്രൈസിസ് എന്താണെന്ന് പറഞ്ഞു, വിമൻ്റെ സ്റ്റാറ്റസ് വരെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് അങ്ങനെ നിൽക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു.